ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് തമിഴ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 8 ഡേ 1 റിവ്യൂവും ഗ്രാൻഡ് ഫിനാലെ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബിഗ് ബോസ് തുടങ്ങി 24 അവേഴ്സിനുള്ളിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോകുന്ന ആ വ്യക്തി ആര്? ബിഗ് ബോസിൻ്റെ പ്രാങ്കാണോ അതോ അപ്രതീക്ഷിതമായി ട്വിസ്റ്റുകൾ സംഭവിക്കുന്നോ ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അധികം വേഗം നമുക്ക് വീട്ടിലോട്ടടക്കാം. നമുക്ക് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ ലോഞ്ചിങ് എപ്പിസോഡിനെ കുറിച്ച് വന്നിട്ട് ഇന്നത്തെ കാര്യത്തിലോട്ട് വരാം. ഓക്കെ, ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ ലോഞ്ചിങ് എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയുണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം കുറച്ച് ലാഗടിപ്പിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു ഗ്രാൻഡ് ലോഞ്ചിങ് എപ്പിസോഡ് തന്നെയായിരുന്നു. ഓക്കെ, എങ്കിലും കുറച്ചുകൂടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരു സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഗ്രാൻഡ് ലോഞ്ചിങ് എപ്പിസോഡിനായിട്ട്. ഓക്കെ, ഇനി ഗ്രാൻഡ് ലോഞ്ചിങ് എപ്പിസോഡ് ദിവസം എന്തൊക്കെ സംഭവങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ ഇറങ്ങിയതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാണിക്കുന്നത് ആന്തം സോങ് ആണ്. ആള് പുതുസ് ആട്ടം പുതുസ് എന്നുള്ള ആന്തം സോങ്ങോട് കൂടിയാണ് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ ലോഞ്ചിങ് എപ്പിസോഡിന് തുടക്കമാകുന്നത്. അതിനുശേഷം നമ്മുടെ വിജയ് സേതുപതി അണ്ണൻ്റെ മാസ് എൻട്രി, അതായത് ബിഗ് ബോസിൻ്റെ തീം സോങ്ങോട് കൂടിയും വിജയ് സേതുപതി അണ്ണൻ്റെ ചിരിയോട് കൂടിയുള്ള മാസ് എൻട്രിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഞാൻ വിചാരിച്ചു സോങ് തീം സോങ് നടന്നു വരുന്നത് വരെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ആ ചിരിയും. പക്ഷേ ഇത് അണ്ണൻ സ്റ്റേജിലോട്ട് കയറുന്ന വരെ ആ ചിരിയും തീം സോങ് അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊരു ഇമ്പാക്റ്റായിട്ട് എനിക്ക് തോന്നി, അത്രയും വേണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ഓക്കെ, അതിനുശേഷം വിജയ് സേതുപതി അണ്ണൻ സ്റ്റേജിലോട്ട് കയറുകയാണ്. എന്നിട്ട് അണ്ണനെ പരിചയപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളുടെ വിജയ് സേതുപതി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് നമുക്ക് പുതുസ് വീട് കാണേണ്ടതെന്ന് പറഞ്ഞിട്ട് അണ്ണൻ അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബിഗ് ബോസ് വീടൊക്കെ ആകെ ചുറ്റി നടന്ന് കാണുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വന്ന് അതായത് അണ്ണൻ ഒരു നിമിഷം ചിന്തിച്ച് നിൽക്കുകയാണ്. ഇതെന്താണ് സംഭവം? ഇവിടെ സെൻറ്റർ ഭാഗത്തായി ഒരു ലൈൻ വരച്ച് വെച്ചിരിക്കുകയാണ്. എന്താണ് സംഭവം? അവിടെ ഒരു സംഭവം ഇരിക്കുന്നുണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. അവിടെയാണ് നടക്കാൻ പോകുന്ന എല്ലാ സംഭവങ്ങൾക്കുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് അവിടെയാണ്. ഓക്കെ, അത് ഞാൻ പറയാം. ഇവിടെ നടക്കാൻ പോകുന്ന ഗെയിമിംഗ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ഗെയിമിംഗ് ആണ്. കാരണം ഗേൾസ് വേഴ്സസ് ബോയ്സ് ഗെയിമാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ മലയാള ബിഗ് ബോസ് പോലെ ഒന്നുമല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബിഗ് ബോസ് തന്നെയാണ് ഇപ്രാവശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ സെൻട്രൽ ലൈൻ വരച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾസ് വേഴ്സസ് ബോയ്സ് മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? അത് നമുക്ക് പതിയെ മനസ്സിലാവും. എന്തായാലും തുടങ്ങിയതല്ലേ ഉള്ളൂ, പതിയെ എല്ലാം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എന്തായാലും അതിനകത്തൊരു അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബാക്കി ഞാൻ വഴിയെ പോകും, ഈ സീസൺ പോകും തോറും ഞാൻ പറഞ്ഞു തരാം. എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. അതിനുശേഷം അണ്ണൻ പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിനെയൊക്കെ വിളിക്കുന്നു. അകത്തേക്ക് കയറ്റി വിടുന്ന പ്രോഗ്രാമാണ് പിന്നീട് അവിടെ ഇറങ്ങിയിരുന്നത്. ഓരോരുത്തരെയും അങ്ങനെ 18 പേരെ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറ്റി വിടുന്നു. അവിടെ ചെന്ന് എല്ലാവരും അന്താളിച്ച് നിൽക്കുകയാണ്. ഇതെന്താണ് സെൻറ്ററിലൊരു വര? അവിടെ ചെന്ന് ഓരോരുത്തർക്ക് ഓരോ ഭാഗങ്ങളൊക്കെ മുമ്പൊക്കെ ഇപ്പോൾ ഓരോരുത്തരുടെ ഭാഗങ്ങൾ അവിടെ സേഫാക്കി കഴിഞ്ഞു. ഓരോരുത്തർ ഇന്നത്, ഇപ്പുറത്തെ ഭാഗം ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ സേഫാക്കി കഴിഞ്ഞു. പക്ഷേ ലാസ്റ്റ് കയറി പോകുന്നൊരു ഗേളാണ്. പക്ഷെ അവർ പോകുമ്പോൾ മാത്രം അവർക്കതൊന്നും അറിയണില്ലല്ലോ. കാരണം അവർ പിന്നീട് ലാസ്റ്റല്ല 18ാമത്തെ ആളായിട്ടല്ല അവർ വരുന്നത്. അപ്പോൾ അതിനെ ചൊല്ലി അവിടെ ഒരു കുറച്ച് നേരത്തെ സംഘർഷം വരുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തർ ചൂസ് ചെയ്യാനൊരു ഭാഗമുണ്ട്. അത് ചൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം, അതായത് ഇന്നത്തെ ഒരു രാത്രി പുറത്ത് കിടക്കാമെന്ന് പറയുന്നുണ്ട്. അതിനെല്ലാവർക്കും ഒരു പണിഷ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ മുടിവ് പണ്ടുക എന്ന് പറയുന്നുണ്ട്, അതായത് തീരുമാനം എടുക്കുക എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ കുറച്ച് നേരം സംഘർഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊരു സംഘർഷഭരിതമായ ഒരു നിമിഷങ്ങളിലേക്ക് തന്നെയായിരുന്നു ഇന്നലെ ആ പോക്കെന്ന് പറയുന്നത്. അതിനുശേഷം അതായത് അവരൊക്കെ വീടൊക്കെ ചുറ്റി നടന്ന് കാണുന്നു. ഓരോ റൂമും, അതായത് ബാത്റൂമായാലും എല്ലാം ബെഡ്റൂം എല്ലാം നടന്ന് കാണുന്നു. ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത് ബോയ്സിന് ഒരു റൂം, അതായത് ബോയ്സിന് ഓരോരുത്തർക്ക് കിടക്കാനുള്ള ബെഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഗേൾസിന് വേറെ ഒരു അറേഞ്ച്മെൻ്റാണ്, ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയാണ് പ്രാവശ്യം തീരുമാനിച്ചിരിക്കുന്നത്. ഏത് സൈഡ് വേണമെന്ന് അവർക്ക് തീരുമാനിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്.
അതായത് ആ കൺസെപ്റ്റ് പറ്റില്ലെങ്കിൽ അവർ അതായത് ഈ അതിൽ കയറി പോകുന്ന മൊത്തം കണ്ടസ്റ്റൻസിനും പണിഷ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ളതും അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും നല്ലൊരു ഗെയിമിംഗ് ആയിരിക്കും ഇനി നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ സാധിക്കുക അല്ലേ. അതിനുശേഷം പതിയെ ഈ ഗെയിമിൻ്റെ താളം അങ്ങോട്ട് മാറി തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് ഈ 18 പേരും കയറിയതിന് ശേഷം വിജയ് സേതുപതി എണ്ണം വന്ന് പറയുകയാണ്, ഇപ്പോൾ 18 പേരും ബിഗ് ബോസ് വീടിനകത്ത് കയറിയില്ലേ, ഇതിൽ നിന്ന് 24 hours ഒരാൾ എവിക്റ്റായി പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നോക്കുകയാണ്, ആരായിരിക്കും അത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാമെന്നും അവിടെയാണ് ട്വിസ്റ്റ്. നിങ്ങൾക്ക് തന്നെ അവിടെ തീരുമാനിക്കാമെന്നുള്ളതും പറയുന്നുണ്ട്. അതായത് അവിടെ തന്നെ ഓൾറെഡി ബോയ്സ് അവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു, ഞങ്ങൾ ആരെയും ഈ ഒരു വാരം അതായത് ഈ ഒരാഴ്ച ഞങ്ങളെ ആരും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഗേൾസിനെ അവരത് സമ്മതിക്കുന്നില്ല. ഞങ്ങൾ നോമിനേറ്റ് ചെയ്യും, എന്താ അവർക്ക് മാത്രമേ അങ്ങനെ ഒരു റൂൾസ്, ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തമ്മിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചർച്ച എല്ലായിടത്തും തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരവർക്ക് തീരുമാനിക്കാം. അപ്പോൾ അതായത് ആദ്യം ബോയ്സിൻ്റെ ഭാഗം സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ഒരാൾക്ക് ഇവിടുന്ന് പുറത്ത് പോകാം എന്നുള്ളത്. അതാരെ വേണമെന്നുള്ള അവരെന്നെ ചൂസ് ചെയ്യണം. എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ളത്. ഇനിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ആട്ടം ആരംഭിക്കുന്നത്. അതെ, ഇനിയാണ് ഒറിജിനൽ ആട്ടം ആരംഭിക്കാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ സംഭവിച്ചത്. ഇനി ഇന്നത്തെ ദിവസത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു മനോഹരമായൊരു പ്രഭാതം തന്നെയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇപ്പോഴും ബിഗ് ബോസ് വീട് ഒരു ശാന്തമായ രീതിയിലാണ് പോകുന്നത്. ഒരു ടാസ്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മോർണിംഗ് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വലിയ ടാസ്കും കാര്യങ്ങളൊന്നും ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇനി കൊടുക്കുമായിരിക്കും എന്തായാലും. പിന്നെ അവർ അതിനകത്ത് ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് അവിടെ നല്ലൊരു വൈബ് മൂഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ കണ്ടറിയാം എന്തായിരിക്കും ഇനി ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് നടക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത് 24 hours ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്ന് എവിക്റ്റായി പോകാൻ പോകുന്ന ആ വ്യക്തി ആരായിരിക്കും. ഇത് ബിഗ് ബോസിൻ്റെ പ്രാങ്ക് ആവാൻ സാധ്യത ഉണ്ടാകും അല്ലേ? അതോ ഇനി ഒരാൾ പുറത്തു പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈൽഡ് കാർഡ് എൻട്രി വരും, അത് അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ ആരും പുറത്ത് പോയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ ഈ വീഡിയോ ഇടുന്നത് വരെ ആരും പുറത്ത് പോയിട്ടില്ല. ഇനിയിപ്പോൾ അറിയില്ല. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടാക്കി, അതായത് പ്രമോയും കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ നമുക്ക് അതായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, കാണാത്തവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് റിവ്യൂസും എല്ലാം കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ ചോദിച്ച് തുടർന്ന് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ സീസൺ അതായത് ഗ്രാൻഡ് ലോഞ്ചിങ് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഒരു ചോദ്യമുണ്ട്, ഈ 24 hours പുറത്തു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥി ആരാണ്? അതോ ബിഗ് ബോസിൻ്റെ പ്രാങ്ക് ആണോ എന്നൊക്കെ നമുക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു സമ്മാനം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാന്നും കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ കിടിലൻ വീഡിയോ കാണാം. ആള് പുതുസ് ആട്ടം പുതുസ്. അപ്പോൾ അടുത്തൊരു പുതിയ കിടിലൻ വീഡിയോ കാണിക്കും. ബൈ.